അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പണ്ട് ഞാൻ ഫസ്റ്റ് പഠിച്ചൊരു പുഡിങ്ങാണ് ഈ എഗ് പുഡിങ്. ഇന്നും ഒരുപാട് പുഡിങ്ങുകൾ അറിയാമെങ്കിലും എനിക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ഇഷ്ടം വേറെ ഒരു പുഡിങ്ങിനുമില്ല. എനിക്ക് നല്ല എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. എൻ്റെ ഉമ്മാൻ്റെ ഫേവററ്റ് പുഡിങ്ങാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പം നോക്കിയിട്ടൊന്ന് വന്നാലോ. അതിനു മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസും ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു 4 മുട്ടക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു 4 മുട്ട നമ്മുടെ മിക്സിൻ്റെ അകത്ത് ഉടച്ചൊഴിക്കുക. അപ്പോൾ ഈ 4 മുട്ടയ്ക്ക് പിന്നെ ഏകദേശം നമുക്കൊരു 5-6 ആൾക്കാർക്ക് കഴിക്കാനുള്ള പുഡിങ് ഉണ്ടാകും. പിന്നെ ഇതൊരു ഭയങ്കര ടേസ്റ്റ് തന്നെ അല്ലേ. ഇനി അതിൻ്റെ അകത്ത് എന്താക്കാനും ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് വയ്ക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര, നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്താൽ മതി. ഇനി 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഈ മിൽക്ക് മെയ്ഡും മുട്ടയും വാനില എസൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അടിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ അടിക്കുമ്പോൾ ഈ മുട്ടൻ്റെ മണവും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ട് ഒരു മിക്സിയിൽ അടിച്ചതിന് ശേഷം എനിക്ക് കുറച്ചൊരു മധുരം കുറഞ്ഞതുപോലെ തോന്നിയത് കൊണ്ട് ഞാനൊരു 2-3 സ്പൂൺ പഞ്ചസാരയും ചേർത്തു. 1 കപ്പ് പാൽ, ആദ്യം 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് പാലും ചേർത്തിട്ട് വീണ്ടും ഞാൻ ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കാരണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തു. ഇനി ഞാൻ ഇതിനകത്ത് 1/2 കപ്പും കൂടെ പാൽ ചേർക്കാൻ പോവാണ്. മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പം 4 മുട്ടയ്ക്ക് ഞാൻ ഇത്രയും പാലെടുത്തത് 1.5 കപ്പ് പാൽ, 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് പ്ലസ് ഒരു 2-3 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത്. പഞ്ചസാരൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ടിട്ടാൽ മതി. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മതിയാണെങ്കിൽ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട. മിൽക്ക് മെയ്ഡ് ഇല്ലാണ്ടേയും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. 2 രീതിയിൽ ഉണ്ടാക്കുക. പിന്നെ മിൽക്ക് മെയ്ഡ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ പിന്നെ ഇതിൻ്റെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു നല്ല ഗോൾഡൻ കളർ കാരമൽ ചെയ്യണമല്ലോ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പിൽ വെക്കുക. നന്നായിട്ട് ചൂടായാൽ ഒരു 5 ടീസ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അത് നന്നായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി ഇങ്ങനെ വരുമ്പോൾ എന്താക്കാനും ഒന്നെല്ലാം കൂടിയിട്ട് ഒന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, ഈ ചൂടുള്ള പാനിനെ ഒന്ന് ചെറിയ തീയിലാക്കുക. എന്നിട്ട് ഇതിനൊരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ വന്ന് തുടങ്ങും. കാരണം പഞ്ചസാരങ്ങളെല്ലാം അലിഞ്ഞ് ഒരു വെള്ളം പോലെ ആകുന്ന സമയത്ത് നമ്മൾ എന്താക്കാൻ തീ കുറച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു ഹണിൻ്റെ എല്ലാം ഒരു കളറ് വരില്ല. ആ സമയമാകുമ്പം ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. ചെറിയ തീയിലാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇത് ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഹണിൻ്റെ കളറാകുമ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഇതിൽ മിക്സാക്കുക. നന്നായിട്ട് ആ ഒരു ടേബിൾ സ്പൂണ് വെള്ളം ഇതിൻ്റെ കൂടെ എല്ലാം കൂടുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് നല്ല ഗോൾഡൻ കളറാവും. അത് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഒഴിക്കുന്നത് അതിൻ്റെ അകത്തൊന്ന് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്കാണ് അതങ്ങ് സെറ്റാവും. സെറ്റായതിന് ശേഷം അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മളിതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഒഴിക്കുക. നന്നായിട്ട് ഒഴിച്ച് ഇനി ഇതിൻ്റെ നമുക്ക് എന്താക്കണം, ഒരു ക്ലിങ് ഫിലിമിനെ കൊണ്ടൊന്ന് മൂടി വെക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആവിയിലാണല്ലോ ഇത് വേവിക്കുന്നത്. അപ്പോൾ ആവിയിൽ വേവിക്കുമ്പം ഇതിൻ്റെ അകത്ത് വെള്ളം ഇറ്റ് അതൊന്ന് കുറച്ച് ലൂസായി പോണ്ട, അതൊരു സെറ്റാവാതെ ആയിപ്പോണ്ടെന്ന് വെച്ചിട്ട് ഒന്നിക്കിൽ നമ്മൾ ക്ലിങ് ഫിലിമിനെ കൊണ്ട് മൂടി വെക്കുക. അല്ലെങ്കിൽ നമ്മളൊരു മൂടിയിട്ടിട്ട് മൂടി വെച്ചാൽ മതി. എന്നിട്ട് ആവിയിൽ വേവിക്കുക. ഇത് നോമ്പിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ പുഡിങ്. നമ്മുടെ നോമ്പെല്ലാം തുറന്ന് ഒന്ന് ഫ്രീ ആയി നിസ്കരിക്കുന്ന മുമ്പൊക്കെ ഇത് കഴിക്കാൻ നമുക്ക് നോമ്പിന് അധികം ഈ ഒരു പുഡിങ് നിർബന്ധമാണ്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഏറ്റവും ഫേവറേറ്റ് പുഡിങ്ങാണ് ഈ എഗ് പുഡിങ്. ഉമ്മ നല്ലോണം കഴിക്കും ഇത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എത്ര പുഡിങ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ഒരു 25 മിനിറ്റ് ആവിയിൽ വേവിക്കുമ്പോഴത്തേക്ക് ഇത് സെറ്റാവും. അപ്പം നമ്മളൊരു 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിനെ എന്താക്കണം, ഒരു പാത്രത്തിലേക്ക് കമത്തിയിടണം.
വാവ്, നല്ല അടിപൊളി പുഡിങ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് മധുരത്തിന് കണക്കായ പഞ്ചസാര ചേർത്ത്, ഞാൻ ആദ്യം മിൽക്ക് മെയ്ഡ് അടിച്ചതുപോലെ പഞ്ചസാര ചേർത്ത് മുട്ടയും ചേർത്ത് നന്നായിട്ട് അടിക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പാലും ഇതൊക്കെ ചേർത്ത് 1.5 കപ്പ് പാലേ ചേർക്കാൻ പാടുള്ളൂ. ഒരുപാട് പാല് ചേർത്ത് കഴിഞ്ഞാൽ ഇത് സെറ്റാവാൻ വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ ഇത് നല്ല കറക്റ്റ് മെഷർമെൻറ്റാണ്. ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഇൻഷാല്ല നോമ്പിന് നല്ലൊരു വെറൈറ്റി പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.